കോഴിക്കോട് നിന്ന് ട്രെയിനിൽ പുറപ്പെട്ട് എറണാകുളത്തെത്തി വാട്ടർ മെട്രോയും മറൈൻ ഡ്രൈവും ലുലു മാളും മെട്രോയും ഒക്കെ കയറി തിരിച്ച് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോകുന്ന ഒരു അടിപൊളി പ്ലാൻ പറഞ്ഞാലോ. ഹായ് നമസ്കാരം, ആസൂസ് ആണ്. ഫാമിലിക്ക് പറ്റിയ പ്ലാൻ ആട്ടോ. രാവിലെ 6 മണിക്കുള്ള നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 12:08 എന്ന് പറയുന്ന ആ വണ്ടിയിൽ നിങ്ങൾ കയറുക. 125 രൂപയുള്ള ടിക്കറ്റിന്. അത് എറണാകുളത്ത് 9:30 മണിക്ക് എത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം 10-10:15 ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷൻ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനിലേക്ക് വരിക. അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുക്കുക. ഒരാൾക്ക് 40 രൂപ ആവുള്ളൂ. ചെറിയ കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കേണ്ടി വരും. നല്ല കാഴ്ചകളാണ്. വല്ലാർപാടം ടെർമിനലൊക്കെ കണ്ട് കപ്പലൊക്കെ കണ്ട് പോയിട്ട് അതേ വാട്ടർ മെട്രോക്ക് തന്നെ നമ്മളിത് തിരിച്ച് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് വരിക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങി നടക്കാവുന്നേ ഉള്ളൂ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇടപ്പള്ളി ബസ്സിൽ കയറിയിട്ട് നേരെ ലുലു മാളിലേക്ക് വരിക. പർച്ചേസൊക്കെ സ്വയം നോക്കട്ടോ. ലുലുവിൽ നിന്ന് നേരെ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ടൗൺ ഹാളിൽ ചെന്നിറങ്ങുക. അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്താണ് നമ്മുടെ ടൗൺ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. 7 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തിക്കഴിഞ്ഞാൽ 12:08 ജനശതാബ്ദി വീണ്ടും അവിടെ ഉണ്ടാവും. അത് ആ ദിന ടിക്കറ്റ് 125 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഒരു 9-10 മണിയാകുമ്പോഴത്തേന് കോഴിക്കോട് എത്താൻ പറ്റും. ഫുഡിൻ്റെ എമൗണ്ട് കൂടാതെ 400 രൂപയ്ക്ക് താഴെ മാത്രമേ ചിലവ് വരുള്ളൂ. ഫാമിലിയുമായിട്ട് പ്ലാൻ ചെയ്യാം, ട്രെയിനിലും യാത്ര ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെ കാണും ചെയ്യാം.